ജീവനോടിരിക്കുന്നവരോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ പുറപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശ ദൈവവചനം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ പ്രത്യാശയെക്കുറിച്ച് ജീവനുള്ള പ്രത്യാശ എന്നാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ പ്രിയ പിതാവിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. മാത്രമല്ല, വിദൂര ഭാവിയിൽ ഒരുപക്ഷെ കർത്താവിൻ്റെ കാഹളനാഥൻ കേൾക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഏതോ അനന്തമായ യുഗത്തെ സംഭവിക്കാനുള്ള പോലെ ഒരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പിടിക്കുമെന്ന് കാണാൻ സാധിക്കും. പ്രിയ പിതാവിനെ നാം വീണ്ടും കാണുവാനുള്ള സമയത്തിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് അധികമല്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലോ ഈ വർഷങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ മുഖം കാണുമ്പോൾ പ്രിയ പിതാവിനെയും നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാണാമെന്നുള്ള ആ ദൈവിക പ്രത്യാശ നമ്മുടെ ഹൃദയത്തെ തുടിപ്പിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതുമാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു മരണവീട്ടിൽ നാം കടന്നു വരുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏത് ഉന്നത പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഏത് വിദ്യാസമ്പന്നനായിരുന്നാലും അവൻ്റെ ജീവിതത്തിൽ ഒരു മരണത്തിൽ കൂടെ കടന്നു പോകണം, ഈ വഴിയിൽ കൂടെ കടന്നു പോകണമെന്ന് ഒരു പ്രാവശ്യം കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണ് ഒരു മരണവീട് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുകയാണ്. ഈ പിതാവിനെ എനിക്ക് ഒരു 3-4 വർഷമായിട്ട് പരിചയമുണ്ട്. കൂടുതൽ അടുത്ത് ഇടപെടാനൊന്നും കഴിഞ്ഞിട്ടില്ലായെങ്കിലും എൻ്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ പിതാവിൻ്റെ പെങ്ങളുടെ മകൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിനുള്ള ബന്ധത്തിൽ ഞാൻ ഈ പിതാവിനെ അതിനു മുമ്പും പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യാശയൊക്കെ എനിക്ക് ആ നാളുകളിൽ കേൾക്കുവാനൊക്കെയും ഇടയായിട്ടുണ്ട്. ഇവിടെ പല ദൈവാസന്മാരും എനിക്ക് പരിചയമുള്ളവരെ കാണുവാനിടയായിത്തീർന്നു. ഈ കുടുംബത്തിൽ ദുഃഖത്തിനായിരിക്കുന്ന എല്ലാവരെയും വലിയവനായിരിക്കുന്ന ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവറുകൾ മുൻപോട്ട് കടന്നു 10 മിനിറ്റ് ദൈവവചനത്തിൽ സംസാരിക്കും. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം വേഗം. അങ്ങേ കരയിൽ നിന്നു നാം നേടിയതെന്ത് നാരിയും. അങ്ങേ കരയിൽ നിന്നു നാം നേടിയതെന്ത് നാരിയും. വരുവീനേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചരികെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ പിതാവിന്റെ ദൈവത്തോടുള്ള ബന്ധത്തില് ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തില് പ്രിയകർത്താവിന്റെ ദാസിയോട്, മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട്, മറ്റ് സഹോദരന്മാരോട്, ഇവിടെ കടന്നു വരിക്കുന്ന ശേഷ എല്ലാ ദൈവഭക്തന്മാരോടും, മറ്റ് ഈ പ്രദേശത്തുള്ളായിരിക്കുന്ന ഈ ഭവനത്തെ സ്നേഹിക്കുന്ന ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇവരായ ഞങ്ങൾ തൃശ്ശൂർ ടൗണിലെ സഭയിലെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആണ് പ്രിയ പിതാവിൻ്റെ മൂത്തമൻ ബോസ്
പ്രിയ പോൾസന്റെ മകളുടെ ബിന്ദുവിനെ വിവാഹം കഴിക്കുവാനിടയായിത്തീർന്നത് ആ ശുശ്രൂഷ നിർവഹിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. തുടർന്നും ഈ ഭവനമായിട്ട് ദീർഘവർഷങ്ങളായി വിവിധ നിലകളിലെ ബന്ധപ്പെടുവാനും ഈ ഭവനത്തിന്റെ സ്നേഹാദരവുകൾ പ്രാപിപ്പാനും എല്ലാം സ്വർഗത്തിലെ ദൈവമാക്കി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളായാലും അരോഗദൃഢഗാത്തരായ യൗവനക്കാരായാലും എത്ര പ്രായം ചെന്നവരായാലും എത്ര ഉന്നത സ്ഥാനങ്ങളെ അലങ്കരിക്കുന്നവരായാലും എത്ര ധനാഢ്യരായാലും എത്ര നിലകളില് ഉയർന്ന അനുഭവമുള്ളവരായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകും. തിരുവതി വായിക്കുന്ന മനുഷ്യൻ തന്നെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഇതുവരെയും താനെ വത്സല പിതാവ് തന്റെ കുഞ്ഞുങ്ങളോടുകൂടെ ദൈവം ഈ ഭൂമിയിൽ അവർക്ക് കൊടുത്ത ഈ ഭവനത്തിലാണ് വസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം താൻ പ്രത്യാശ വെച്ച തന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പിതാവിന്റെ മരണത്തോടുള്ള ബന്ധത്തില് വളരെ ഒരു വശത്ത് ദുഃഖമുണ്ടെങ്കിലും മറു സന്തോഷമുണ്ട്. കാരണം തന്റെ ഈ ഐഹിക ജീവിതകാലത്ത് വചനത്തിന്റെ സത്യം അറിയുവാനും സത്യത്തിനു വേണ്ടി വേദനപ്പെടുവാനും യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവത്തിനനുസരിപ്പാനും കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാനും നാം കേട്ടതുപോലെ ഒരു അനുഗ്രഹിക്കേണ്ട ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യനായി സാക്ഷ്യമുള്ള വ്യക്തിയായി ലോകത്തില് തന്റെ ജീവിതം തികച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. സ്തോത്രം. കർത്താവ് വിളിച്ചപ്പോൾ താൻ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പാപമില്ലാത്ത അവസ്ഥയിൽ നിഷ്കളങ്ക യുഗത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ തന്നെയും മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് ദൈവകൽപ്പന ലംഘിച്ച് പാപിയായി തീർന്നു. എന്നാൽ മറ്റൊരു വാക്യം വായിക്കുന്നു: ഏക മനുഷ്യന്റെ അനുസരണത്താൽ സകലരും നീതിമാന്മാരായി തീർന്നു. സ്തോത്രം. അതാണ് തന്റെ വരവിൽ പ്രത്യാശയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കോടി ദൈവജനമുണ്ട്. സ്തോത്രം. ഈ വചനം എഴുതിയിരിക്കുന്ന കർത്താവ് പറഞ്ഞു: ഞാൻ പോയാൽ പിന്നെയും നിങ്ങളുടെ അടുക്കിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരും, നിങ്ങളെ ചേർക്കുവാൻ. കർത്താവ് തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്ന വാഗ്ദത്തം നൽകി തന്നിട്ടുണ്ട്. എന്ന പ്രകാരം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വാഗ്ദത്ത വചനമാണ് നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത്, വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. കഷ്ടതയും പ്രയാസത്തിന്റെ പ്രതികൂലത്തിന്റെ അവസരങ്ങള് നമ്മെ വിശ്വാസം മുൻപോട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. ആ ദൈവത്തിന്റെ വചനം വായിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പിലോട്ട് നിൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഓർപ്പിപ്പാനുള്ളത്, ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിലെങ്കിൽ മാത്രമേ ജീവിക്കുന്നെങ്കിൽ മാത്രമേ, ക്രിസ്തുവിൽ ജനിച്ചെങ്കിൽ മാത്രമേ, ക്രിസ്തുവിന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നെങ്കിൽ മാത്രമേ, ദൈവപ്രകാരം ജീവിക്കുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണാൻ കഴിയുള്ളൂ. ലോകത്തില് വിവിധ നിലകളിലായിരിക്കുന്ന ആത്മീയ സംഘടനകളുണ്ട്. സ്തോത്രം. ആത്മീയ നേതാക്കന്മാരുണ്ട്. അവർക്കൊന്നും നമ്മെ സ്വർഗത്തിൽ എത്തിക്കാൻ കഴിയില്ല. ഇന്ന് ഈ പാലക്കാലം ഇവിടെ സംസാരിക്കുന്ന വചനങ്ങളൊന്നും ഈ പിതാവിനുള്ളതല്ല. ഈ പിതാവിനെ രക്ഷിക്കാനോ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല. 41 സംഖ്യത്തെ വായിക്കാൻ ആരെ രക്ഷിക്കാനോ ആരെ വീണ്ടെടുക്കുവാനോ മനുഷ്യർക്ക് ആർക്കും കഴിയുകയില്ല. എന്നാൽ വീണ്ടെടുപ്പാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന രക്ഷകനായ കർത്താവ്. ആ കർത്താവ് വിശ്വസിച്ച് പാപമേറ്റു പറഞ്ഞ ദൈവമക്കളായി കർത്താവിന്റെ വരവിനെ
പ്രത്യാശയുടെ കാത്തിരുന്ന് അപ്രകാരം ജീവിക്കുമ്പോൾ കർത്താവിന്റെ കാലത്തിന് ശബ്ദം കേൾക്കുവാൻ കഴിയും. കർത്താവിനോട് എന്നെന്നും സ്വർഗത്തിലെ നിത്യയുഗം വാഴുവാനായിട്ട് കഴിയും. ആ പ്രത്യാശ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ പ്രത്യാശയിലേക്ക് ഇന്ന് പകൽക്കാലം നയിക്കപ്പെടും. കർത്താവ് കൃപ ചെയ്യട്ടെ. ആ പ്രത്യാശയുള്ള എല്ലാ ദൈവങ്ങൾക്കും കാര്യങ്ങളോട് ശക്തിയോടെ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസി മക്കളെ, കൊച്ചുമക്കള്, പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എന്റെ സംഘങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും ഈ ഭവനത്തിലെ ദുഃഖത്തില് പങ്കുചേരുന്നു. ക്രിസ്തീയ പ്രത്യാശ പങ്കുവയ്ക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവ് ഞങ്ങളുടെ സഭയ്ക്ക് നഷ്ടമായി തീർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പുഞ്ചിരിയോടുകൂടെ ഇവിടെ കടന്നു വരുമ്പോൾ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങളെ ആദരിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും സഭയിൽ കടന്നു വരുമ്പോൾ എണ്ണി എണ്ണി സ്തുതിക്കുവാനുള്ള പാട്ടുപാടിയാണ് പ്രിയപ്പച്ച സാക്ഷിക്കുവാനിടയായിത്തീരുന്നത്. എപ്പോഴും ഞാൻ പറയും, സാക്ഷിക്കാൻ പറയും, ഇടയ്ക്ക് പറയും എനിക്ക് സുഖമില്ല പറയുന്നില്ലെന്ന് പറയും. ആവുന്ന സമയം വരെയും പ്രിയപിതാവ് ഹോളിൽ പ്രിയതാശ്വരം കൊണ്ടുവരികയും പ്രിയപരമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് സഭയായി കുടുംബമായി സഹായിച്ചു. പ്രിയപിതാവ് അമ്മ എല്ലാവർക്കും നഷ്ടമായത് വളരെ ദുഃഖമാണെന്നാൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ എന്റെ വാക്കൊന്ന് വിരമിക്കുന്നു. പ്രത്യാശയോട് ചെന്ന് കാണാമെന്നുള്ള ആ വിശ്വാസത്തോട് നമുക്കായിരിക്കുവാൻ കട നൽകട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കൊന്ന് വിരമിക്കുന്നു. ദൈവമായിട്ട് ഇതെൻ്റെ ചേട്ടനാണ്. അവിടുന്ന് പോന്നിട്ട് വർഷങ്ങളായി. ഞങ്ങൾ വളരെ ഒപ്പമരവുണ്ട്. എനിക്ക് ഇങ്ങോട്ട് ഞാൻ വന്നിട്ടില്ലായിരുന്നു. ചേട്ടൻ പല പ്രാവശ്യം ക്ഷണിക്കുമായിരുന്നു, ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു വരണം വരുന്നു. ഏതൊക്കെയാണേലും ജീവനോട് ഇരുന്നപ്പോൾ എനിക്ക് വന്ന് കാണാൻ ഇവിടെ വരുവാൻ സാധിച്ചില്ല. മരിച്ചു കഴിഞ്ഞാണ് എനിക്ക് വന്ന് കാണാൻ പറ്റിയത്. ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ അനിയനുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ഇളയ മോളുണ്ട്, അനിയനുണ്ട്, അനിയൻ്റെ ഭാര്യയുണ്ട്, കൊച്ചുങ്ങളുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. വേറെ ഒന്നും പറയാൻ എനിക്കൊന്നും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാർ, വേദിയിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരിൽ നല്ലൊരു വിഭാഗം ആളുകളെ എനിക്ക് പൂർവ്വകാലം മുതലേ സ്നേഹവും പരിചയമുള്ള കർത്തദാസന്മാരാണ്. കൂടാതെ എൻ്റെ ബന്ധുമിത്രാളായിരിക്കുന്ന അനേക വ്യക്തികൾ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹമെന്ന് ഒരിക്കലും അറിയിച്ചുകൊണ്ട് ചില വാക്കുകൾ മാത്രം പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എൻ്റെ പ്രിയ സഹോദരന് ഭാര്യ സഹോദരയുടെ സഹോദരനാണ്. ഞങ്ങൾ 5 ആണുങ്ങളാണ്. ഒരാൾ കടന്നുപോയി, രണ്ടാമത്തെ ആൾ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശേഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്നു. കുടുംബത്തോടുള്ള ബന്ധത്തിൽ 1964 മുതൽ ഞങ്ങൾ സഹോദരങ്ങളാണ്. മാനുഷികമായും ആത്മീയമായും ദൈവസ്നേഹം പൂർണ്ണമായി രുചിച്ചറിഞ്ഞ വ്യക്തികളാണ്. മുഖത്തുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവനെ ആരിലും പറഞ്ഞറിയിക്കാൻ മേലാത്ത അതിയായ സ്നേഹവും വിശ്വാസഗോളത്തിലെ മാന്യവും യോഗ്യമായി മാതൃകാ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് എന്റെ അനുഭവത്തിൽ ദൈവത്തെ പറയുവാൻ സാധിക്കും. എത്തന്റെ ദുഃഖങ്ങൾ തനിക്ക് അനുഭവപ്പെട്ടതിനും ഒന്നും വകവയ്ക്കാതെ ദൈവഭക്തിയാശയിലെ പ്രിയപ്പെട്ട ദൈവത്തെ സ്തുതിക്കുന്നു. ശിഷ്യ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ശാരീരിക അസ്വസ്ഥ നേരിട്ടപ്പോൾ എൻ്റെ മകൻ വിളിച്ചു ചോദിച്ചു, വിവരങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പോകട്ടെ, കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ചോദിച്ചിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു, മറികുട്ടി പറഞ്ഞു, മകന് സുഖമുണ്ടോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അവൻ മകനെ സംബന്ധിച്ചില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. പറയട്ടെ, ദൈവം അറിയാൻ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ നിഹപ്രകാരം ദൈവത്തിലേക്ക് മാറ്റപ്പെട്ടു. ദൈവത്തിന് മൊത്തമുണ്ടാകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരും ഈ ഭവനത്തോട് ബന്ധത്തെ അനുഭവിച്ചില്ലാണ് കുടുംബങ്ങളെ എനിക്ക് ഈ കുടുംബമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. അവരെല്ലാവരും വിശ്വാസപ്പെടുത്തുക. നമുക്കുള്ള വലിയ പ്രത്യാശ അതാണ്.
പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം സ്കൂളിലായിരുന്നപ്പോൾ മക്കളുമായിട്ട് വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹം പങ്കിട്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ല ധൈര്യമാണ്. പ്രിയപ്പെട്ടവരും അതിനേക്കാൾ കൂടുതൽ ധൈര്യം. എന്നാൽ ദൈവത്തിന്റെ വചനം കാണുന്ന പ്രകാരം ഏലിയാവ് തന്റെ ശിഷ്യനായ എലീശയോട് ചോദിച്ചു, ഞാൻ ദൈവസേനയിൽ ഏർക്കപ്പെടുന്നതിന് വേണ്ടി നിനക്ക് എന്താണ് വേണ്ടത് നീ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, പരിചയമുള്ളവരാണല്ലോ, എന്റെ ആത്മാവിന് ഇരട്ടിപ്പങ്ക്, അല്ല ഒരുവിധമല്ല ഇരട്ടിപ്പങ്ക് ആവശ്യപ്പെട്ടു. താൻ അതുപോലെ തന്നെ പ്രത്യാശയുള്ള ഞാനുണ്ട് ആ ഇരട്ടിപ്പങ്കിന് യോഗ്യനായി എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും സന്തോഷമുള്ള സ്തോത്രം. മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ചേട്ടൻ്റെ ദൈവത്തിൽ എനിക്കും കടന്നു സംബന്ധിക്കാൻ ദൈവം സഹായിച്ച വഴിക്കായി സ്തോത്രം ചെയ്യുന്നു. 1969 ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിന് ശേഷം ഇന്നുവരെ ഒരു സഹോദരൻ എന്നുള്ള നിലയിലല്ല, എൻ്റെ ഒരു പിതാവെന്നുള്ള നിലയിൽ ഞാൻ ബന്ധപ്പെടുകയും ഒരു മുഖം കറുത്തൊരു വാക്കുകൾ ഞങ്ങൾ തമ്മിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവുമോ ഒന്നും ചെയ്യാതെ ഇതുവരെയും കഴിഞ്ഞു വന്നു. എന്നാൽ കർത്താവ് അതിനൊരു സമയമായപ്പോൾ പ്രിയത ദേവദാസിനെ കർത്താവിൻ്റെ വിളിച്ച് ചേർത്തു. എന്നാൽ ദുഃഖത്തിലായിരിക്കുന്ന ചേച്ചി മക്കള് അവരെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ, നിത്യതയിൽ കാണാം എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാനും എൻ്റെ വാക്കുകൾ. പക്ഷേ പ്രകൃതിയുടേതായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും എല്ലാവരും ധൃതി കൂട്ടുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ പിതാവാണ് നഷ്ടപ്പെട്ടത്. എൻ്റെ മാതാവിന് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവ് നഷ്ടപ്പെട്ടുവെങ്കിലും ദൈവമായ കർത്താവ് തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ തക്കണം പ്രിയ പിതാവിനെ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസം സുഖമില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വരണ്ട ചാച്ച എന്ന് ചോദിച്ചപ്പോഴാണ് വരണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ്. എന്നാലും ഞാൻ വളരെ പ്രത്യാശിക്കുന്നു, എൻ്റെ പിതാവ് ഞങ്ങൾക്ക് ആർക്കും ഒക്കെ യാതൊരുവിധ വിഷമത്തിനും പ്രയാസത വേണ്ടത് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരുത്തി വയ്ക്കാതെ ഞങ്ങൾക്ക് ആർക്കും തന്റെ അവസ്ഥയില്ല അത് ദൈവത്തോട് മാത്രം പറഞ്ഞുകൊണ്ട് അരിപ്പരുടെ തീർന്നു. എനിക്ക് അതിൽ വളരെ പ്രത്യാശയുണ്ട്. എന്റെ ഫാദർ വളരെ പാവമായിരുന്നു, ആരോടും തന്നെ ആരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. തന്റേതായ കാര്യങ്ങൾ അത്ര വയ്യായും താൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം തന്റെ പ്രിയ പിതാവിന് കൊടുത്ത നല്ല വിശ്വാസ പ്രത്യാശയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. സഹകരിച്ച എല്ലാവരോടും എന്റെ നന്ദിയും സ്നേഹം അറിയിച്ചു. ദൈവസാധ്യം കർത്താവിന്റെ മഹത്വമുണ്ടാകട്ടെ. കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ, ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, അയൽവാസികൾ, സഭാവിശ്വാസികൾ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനം, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പ്രിയ പിതാവ് ഇനി നമുക്ക് ഈ ഭൂമിയിൽ ഇല്ല. ചില നിമിഷം കൂടെ പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. 4 നൂറ്റാണ്ടിൽ അധികം ഞങ്ങൾക്ക് ഈ ഭവനമായിട്ടുള്ള അടുത്ത ബന്ധം ഉണ്ട്. ഞങ്ങളുടെ വീടിനടുത്താണ് അവർ കടന്നു വന്നപ്പോൾ താമസിച്ചിരുന്നത്. അന്ന് കുഞ്ഞുങ്ങളൊക്കെ തീരെ ചെറുപ്പമായിരുന്നു. അന്ന് മുതലുള്ള ആ ബന്ധം ഞങ്ങൾക്ക് പുലർത്തുവാനും വളരെ സന്തോഷത്തോടെ സ്നേഹത്തിൽ ഞങ്ങൾക്കായിരിക്കാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ എന്ത് കാര്യങ്ങൾ പ്രത്യേകിച്ച് നടക്കുന്നുവെങ്കിൽ എന്നെ അറിയിക്കുകയും പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെടുകയും ആലോചന ചോദിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഈ കുടുംബത്തിൽ പലപ്പോഴുമുണ്ട്. പ്രിയ ജെയിംസിന്റെ വിവാഹം
നടത്തിയത് ഞാനാണ്. എൻ്റെ ഭവനത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് ഞാനാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളതും ഞാനാണ്. ഈ പ്രിയപിതാവ് കഴിഞ്ഞ ദിവസം ഏർപ്പെട്ടപ്പോൾ ഉടനെ തന്നെ എന്നെ വിവരം ആ സെക്രട്ടറിയിൽ അറിയിക്കുകയുണ്ടായി. വന്നപ്പോൾ പാസ്റ്റർ ഈ ശുശ്രൂഷ ഞങ്ങളുടെ പിതാവിൻ്റെ ശുശ്രൂഷ നിർവഹിച്ച് തരണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ സന്തോഷത് സ്വീകരിച്ചു. നിങ്ങളെവരും അറിയുന്നത് പോലെ സെൻട്രലിൻ്റെ ചുമതല വഹിക്കുന്ന കർത്തദാസൻ വിദേശത്തായതുകൊണ്ട് പിതാവിൻ്റെ ദാസൻ നമ്മുടെ മധ്യയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നാം ഏതിനും ഒരുക്കമുള്ളവരായിരിക്കണം. ഏതൊരു കാര്യത്തിൽ മരണത്തോടുള്ള ബന്ധത്തിൽ നാം ഒരുക്കമുള്ളവരായിരിക്കും. പെട്ടെന്ന് ഏതൊരു സമയത്ത് മനുഷ്യന് മരണം പിടിപെടുമെന്ന് വിശുദ്ധ വേദ പുസ്തകം വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. സമയം നമ്മുടെ മുമ്പിൽ അധികമില്ലല്ലോ. ശേഷം പ്രിയ പിതാവ് നമ്മെ വിട്ട് അതേ സ്തോത്ര നിത്യതയിൽ വിശ്രമിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മച്ചി, അവരുടെ കുഞ്ഞുങ്ങൾ അവര് അതേ സ്തോത്രം, അവർ വിശ്വാസത്തിൽ, അവർ സത്യത്തിൽ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ സേവിച്ചും ആരാധിച്ചും പോകുന്ന ഒരു കുടുംബമാണ്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ കേട്ടിട്ട് ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. ലോകത്തിൽ നിങ്ങൾക്കൊരു പിതാവ് നഷ്ടമാണെങ്കിലും സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് നാഥനായിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് ആരോഗ്യക്കാരനാണ്, അവൻ നിങ്ങളുടെ നടത്തിപ്പുകാരനാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്നവനാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം നിങ്ങൾ വെച്ച് ജീവിക്കുന്നുവെങ്കിൽ ദിവ്യ സമാധാനവും ദിവ്യ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പൊ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ക്രൈസ്തവ പാട്ടിന്റെ ചില ശരണങ്ങൾ കൂടെ അടുത്തൊക്കെ യുഗാന്ത്യ കാലത്തിൽ ും